ഇന്നത്തെ റെസിപ്പി പുഡിംഗ് ആയിട്ടും സ്നാക്ക് ആയിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റത്തിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ചൂടോട് കൂടിയായാലും തണുപ്പിച്ചിട്ടായാലും കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. രണ്ട് രീതിയിലും പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് കാരമൽ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ട് എന്നിട്ട് അതിലേക്ക് 1/3 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് മെൽറ്റാക്കി എടുക്കണം. ഇളക്കി കൊടുക്കരുത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതിയാവും. ഫസ്റ്റ് ഒന്ന് വെള്ളവും പഞ്ചസാരയും ഒന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതിയാവും. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിച്ച് കൊടുത്തിട്ട് ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് വരണം. ഒരുപാട് കളറ് മാറി നല്ല ഡാർക്ക് കളറാവാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. കുറച്ചൊരു സമയം എടുക്കും ഇതുപോലെ കാരമൽ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നാൽ ഇനി ഞാൻ ഇതുപോലൊരു മോൾഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കാരമൽ ഒഴിച്ചിട്ട് ചൂടോട് കൂടി തന്നെ ഒഴിച്ചെടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് സെറ്റായിട്ട് പോകും. ഒഴിച്ച ഉടനെ തന്നെ ചുറ്റിച്ച് കൊടുക്കുകയും വേണം. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 1/3 കപ്പ് നിറയെ പഞ്ചസാരയും പിന്നെ 1 ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. പിന്നെ ഈ ഒരു മിക്സ് അത്യാവശ്യം മധുരം ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ തണുപ്പിച്ചിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ചൂടോട് കൂടിയാണെങ്കിൽ അത്ര അങ്ങോട്ട് മധുരം വേണമെന്നൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ മധുരം നോക്കിയിട്ട് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഏതായാലും 1/3 കപ്പ് നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സും മാറ്റി വെക്കാം. അപ്പോൾ 3 ലെയറായിട്ടാണ് ഈ ഒരു കേക്ക് പുഡിംഗ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ ലെയർ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുള്ളൊരു പാത്രത്തിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വനില എസൻസും പിന്നെ പാകത്തിനൊരു നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇനി ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട നന്നായിട്ട് പതഞ്ഞ് വരണം. ആ ഒരു യെല്ലോ കളറൊക്കെ മാറി നല്ല വൈറ്റ് മിക്സിയിലാവുമ്പോൾ പതഞ്ഞ് വരാൻ വേണ്ടിയിട്ട് നല്ല ടൈം എടുക്കുകയും ചെയ്യും. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് നന്നായിട്ട് പതഞ്ഞ് വന്നാൽ ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടണം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയാൽ ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങോട്ട് സ്പീഡിൽ മിക്സാക്കി എടുക്കരുത്, പതുക്കെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു അരിപ്പയിലൂടെ 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചിട്ട് ഈ ഒരു മിക്സ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ കട്ട് ആൻഡ് ഫോൾഡ് രീതിയിൽ പതുക്കെ വേണം ഇതൊന്ന് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചില വെച്ചിട്ടോ മിക്സാക്കി എടുത്താൽ മതിയാവും. അപ്പോൾ എല്ലാം കൂടെ മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മുടെ കേക്ക് പുഡിംഗ് സെറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ കാരമൽ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ആദ്യം മുട്ടയുടെ മിക്സ് ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചു ഒഴിക്കണം. ആ ഒരു പതയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിന് മുകളിലേക്കായിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ മിക്സ് മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. കേക്കിൻ്റെ മിക്സ് മുട്ടയുടെ ബാറ്ററിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് മുകളിലായിട്ട് ഒരു ലെയറായിട്ട് തന്നെ നിൽക്കും. ഇനി ഇത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്കൊരു സ്റ്റാൻഡും വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റാൻഡിന് മുകളിലേക്കായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബൗള് അതിന് മുകളിലേക്കായിട്ട് വെച്ചിട്ട് ഈ ഒരു ബൗൾ ഒരു അടപ്പ് വെച്ച് അടച്ചതിന് ശേഷം ഈ ഒരു പാത്രം അടച്ച് വെച്ച് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റ് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 25 അരമണിക്കൂറാകുമ്പോൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ചൊക്കെ ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ മുകൾ ഭാഗം 25 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ മുകൾ ഭാഗമൊക്കെ കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ കയ്യിലൊന്നും ഒട്ടി പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പാത്രം മാറ്റാം. ഇനി സൈഡ് ഭാഗമൊക്കെ ഇതുപോലെ ഒന്ന് വിടിയിച്ച് കൊടുത്തിട്ട് വേറൊരു സെർവിങ് ബൗളിലേക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ 3 ലെയറായിട്ടാണ് ഈ ഒരു കേക്ക് പുഡിംഗ് ഉള്ളത്. മുകൾ ഭാഗം പിന്നെ നമ്മുടെ കാരമൽ, അതിന് താഴെയായിട്ട് ഫ്ലാന്, അതിന് താഴെ കേക്ക്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നമുക്ക് ചൂടോട് കൂടിയും കഴിക്കാം, തണുപ്പിച്ചിട്ടും കഴിക്കാം. തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് ഒന്നും കൂടെ അടിപൊളി ടേസ്റ്റ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി ഇത് കട്ട് ചെയ്തിട്ട് കാണിക്കാം. കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.